ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ കൂടി ഒരു പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫെയർവെൽ സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ എടുത്ത സ്ഥലം എന്തായാലും കൊള്ളാം. ഫുള്ളൊരു കാട് വൈബ്. അത് മാത്രല്ല ഇവിടെ കാണാനായിട്ട് കുറെ പണ്ടത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അലമാര പോലത്തെ ക്ലോക്കും മിനിയേച്ചർ കാളവണ്ടിയും പിന്നെ പല സൈസിലുള്ള കിണ്ടികളും പിന്നെ എന്തൊക്കെയൊക്കെ ഉണ്ട്. വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചതിന്റെ ഒന്ന് കറങ്ങി കാണാനായിട്ട് പറമ്പിലോട്ട് അങ്ങോട്ട് ഇറങ്ങി. ചൂണ്ടക്കുളത്തില്ലാത്ത ചൂണ്ടൻ വെച്ചിട്ട് ഒരു പ്രത്യേകതരത്തിലുള്ള ഫിഷിംഗ് ആണ് കാണുന്നത്. ഇവിടെയാണ് ഞാൻ ആടി കളിക്കാനായിട്ട് ഊഞ്ഞാലും സീസോയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കണ്ണമ്പായി ഭയങ്കര സ്കിൽഫുൾ ആണ്. ഇത് കണ്ടില്ലേ? ഇനി കുറച്ച് മ്യൂസിക് ആവാം. ഇവരെല്ലാവരും ഇരിക്കുന്ന ഗ്യാപ്പിൽ ഞങ്ങൾ കൂടി പോയിട്ട് കൂട്ടാനായിട്ട് യൂനൊക്കെ എടുത്തു. പിന്നെ എല്ലാവരും കൂടി ഇതിരുന്ന് കളിക്കലായിരുന്നു മെയിൻ പരിപാടി. കുറച്ചും കൂടി ജ്യൂസ് എടുത്ത് കുടിച്ചതിന്റെ അടുത്താക്കിയിട്ട് കസരോട്ടം തുടങ്ങി. ഇതാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ മെയിൻ വ്ളോഗർ. വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. എല്ലാവർക്കും കൂടെ വിഷയം തുടങ്ങിയപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങി. പ്ലേറ്റുകളൊക്കെ ഇട്ടതിന്റെ പിന്നെ തന്നെ റൈസും ചിക്കനും വന്നു. എല്ലാവരും വയറച്ച് ബിരിയാണി അടിച്ച് കഴിഞ്ഞിട്ട് കുറച്ചേരം ഇരുന്ന് റെസ്റ്റ് എടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേ കേക്ക് കൊണ്ടുവന്നിട്ട് ഇവരുടെ രണ്ടുപേരും ബർത്ത്ഡേ ആഘോഷിച്ച്. കുറച്ചേരം പുറത്തിറങ്ങി ഷട്ടിൽ കളിച്ചപ്പോൾ തന്നെ ഒരു പരിപാടി. അപ്പൊ കൂട്ടാരനെ കാറി കയറി ഏസിട്ട് കുറച്ചേരം അവിടെ ചൂട് സഹിക്കാണ്ടായപ്പോ അവിടെ പോയിട്ട് ടാങ്കും വെള്ളം കളിക്കി അത് കുടിച്ചു. ഇവന്മാരിവിടെ കളിച്ചളിച്ച് ബാറ്റ് വരെ മരത്തിന്റെ മുകളിലൊക്കെ പോയി. ഒരു മഴ പെയ്തുകൊണ്ട് ചൂടിന് ഇത്തിരി ആശ്വാസം ഉണ്ടാവുന്ന വെച്ച് എവിടെ ഒരു കുറവില്ല ചൂടിന്. മഴ ഒന്ന് കുറഞ്ഞപ്പോ വീണ്ടും ഷട്ടിൽ കളിക്കാനായിട്ട് ഇറങ്ങിയതാ. കോക്ക് മരത്തിന്റെ മുകളിലൊക്കെ പോയി കളി നിന്ന്. വൈകുന്നേരം നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ തീർത്തിട്ട് ഇറങ്ങാനുള്ള ടൈമായി. ഇവിടെ ഉണ്ടായ പിള്ളേർക്ക് ടാറ്റൊക്കെ കൊടുത്തിട്ട് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടെന്ന പാത്രമൊക്കെ കൊടുക്കാൻ പോയി. എന്തായാലും ഞങ്ങളുടെ പരിപാടികളൊക്കെ സെറ്റ് ആയിരുന്നു. ഇനി എന്താണ് ഇങ്ങനെയൊക്കെ ഒന്ന് കൂടാൻ പറ്റണേ. എപ്പോഴെങ്കിലൊക്കെ പറ്റായിരിക്കും അല്ലേ? അപ്പൊ ശരി എന്നാ ബൈ.